ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി പോയി വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ആരും വിഷമിക്കരുത്. ഉടനെ തന്നെ നമ്മൾ സൂപ്പർ അടിപൊളി കിടുക്കാച്ച് വീഡിയോസായിട്ട് നമ്മൾ വരും. അപ്പം ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളായിട്ടാണ് ഇപ്പോൾ ലേറ്റായി പോയിട്ടുള്ളത്. കുറച്ച് തിരക്കിലായിപ്പോയി. ഇനിയിപ്പോൾ നമുക്കൊരു അടിച്ചുപൊളിയായിട്ട് കൂടാലോ. നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ ഞാൻ ഇനി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനായി ചെടികളൊക്കെ ഈ കാണിച്ചു തരുന്നേ? ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഈ പോട്ടും അതുപോലെ തന്നെ ഈ ഹാങ് ചെയ്തിട്ടുള്ള ഈ റോപ്പൊക്കെ ഞങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഞങ്ങളാണ് മെടഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഒരു മെടങ്ങുന്ന രൂപം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റൈലിന് അനുസരിച്ചിട്ടുള്ള പല പല വെറൈറ്റി കളേഴ്സ് റോപ്പ് വാങ്ങിയിട്ട് ഇതുപോലെ മെടഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോട്ടും നല്ല നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കിയെടുക്കാം. അപ്പോഴെന്തിനാ വലിയ വലിയ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കാൻ ആവശ്യമായിട്ടുള്ള റോപ്പ്. ഇതിലാണ് മെടഞ്ഞെടുക്കുന്നത്. ഇതിനാകെ മീറ്ററിന് ചെറിയൊരു പൈസയേ ഉള്ളൂ. ഇത് ഇങ്ങനെ പല കളറിൽ വാങ്ങി വെച്ചിട്ട് നമുക്ക് മെടയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എല്ലാ കളറിലും ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ റെഡും ഗ്രീനുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് മെടഞ്ഞ് വെച്ചിട്ടുള്ള റോപ്പ്. ഇത് ഓൾറെഡി മെടഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെടയുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ഇത് മെടയുന്നതിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചരട്, അതായത് നമുക്കിപ്പോൾ മെടയാനായിട്ട് 6 ചരട് വേണ്ടി വരും. അപ്പം ഇതിനെ 3 എടുത്തിട്ട് നേരെ പകുതിയാക്കി മടക്കിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചരട് ഞാൻ 3 മീറ്റർ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ചരട് 3 മീറ്റർ നീളത്തിലെടുക്കുമ്പോൾ നേരെ പകുതിയാക്കി എടുക്കുമ്പം 6 എണ്ണമായിട്ട് കിട്ടും. ഇനി ഈ 6 എണ്ണം നമ്മൾ ഈ അറ്റം പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. നേരെ പകുതിയാക്കി അറ്റം പിടിച്ചിട്ട് ഞാനിപ്പോൾ ജനാലയുടെ കമ്പിക്കാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എവിടുന്ന് മുതലാണോ നമുക്ക് ആ മെടയിൽ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മുതൽ കെട്ടിട്ടിട്ട് ഇതുപോലെ അങ്ങ് മെടഞ്ഞെടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഇത് നിങ്ങൾ ഇതിൽ ചെയ്ത് പഠിക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു ചരടിലൊക്കെ ഇങ്ങനെ കെട്ടി നോക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതിനകത്ത് കൂടി നമ്മുടെ മറ്റേ റോപ്പ് എടുക്കുക. കൂടുതൽ ടൈറ്റാക്കി മെടയേണ്ട ആവശ്യമില്ല. എങ്ങനെ ആയാലും നല്ല ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ നമ്മുടെ പോട്ടിൽ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണുമ്പം. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും. അത് പ്ലാസ്റ്റിക്, ഈ റോപ്പല്ല, പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മെടഞ്ഞതിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലുമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുത്തുണ്ടെങ്കിൽ അതും കൂടി കോർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുത്ത് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കോർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ മെടഞ്ഞതിൻ്റെ ലാസ്റ്റിലും ഈ 3 പീസ് നമ്മൾ മെടഞ്ഞ് വരുമ്പം ഈ 6 പീസ് 3 എണ്ണം ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 3 എണ്ണം കൂട്ടി ഒന്ന് താഴെയും കൂടി ഒരു കെട്ടിട്ട് കൊടുക്കുക. നമ്മുടെ പാത്രം വെക്കേണ്ട ആ ഒരു ഒഴിവ് വെച്ചിട്ട് താഴെയായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് പാത്രം ഇറക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഹാങ്ങിങ് ഒക്കെ, അതായത് ചരടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് 3 എണ്ണം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിനകത്ത് ചെട്ടി വെച്ചിട്ട് ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തരുന്നു എൻ്റെ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ചേഞ്ച് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നേ ഉള്ള ഗാർഡൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ ഈ വീടിന് മുന്നിൽ ഇങ്ങനെ ഒരു കിടങ്ങ് വന്നത് കാരണം പച്ചക്കറി തോട്ടമൊക്കെ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പോലെ തന്നെയാണ് കേട്ടോ, ഒട്ടും കുറവൊന്നും വരച്ചിട്ടില്ല. നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും അല്ലേ, നമുക്ക് ചെടിയോടും പച്ചക്കറിയോടും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമ്മളത് കൈവിട്ട് പോകരുത്. അപ്പം ചെടിക്ക് ഇവിടെ ആയിരുന്നു പച്ചക്കറി തോട്ടമൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. അത് ഞാൻ നേരെ ഈ ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഉമ്മയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ. അതപ്പോൾ കാന്താരി ഉണ്ട്, അനാറുണ്ട്, അവിടെ ഇഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന വെണ്ട, പിന്നെ കറിവേപ്പില കുട്ടി തൈക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചച്ചേരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു സ്ഥലത്തായതുകൊണ്ട് എല്ലാം അവിടെ ഇവിടെ ആയിട്ടാണ് ഉള്ളത്. ഒന്നും അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടില്ല. അവരങ്ങനെ മുളച്ച് വണ്ണം വെക്കുമ്പം അവിടെ തന്നെ അത് ഉണ്ടാകും, മാറ്റി നട്ടിട്ടില്ല. കാരണം ഒത്തിരി സ്ഥലമൊന്നും ഇല്ല മാറ്റി നട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇതാണിപ്പോൾ നമ്മുടെ വഴി. ഇവിടെ ആയിരുന്നു മുന്നേ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നത്.
ഇപ്പം ഇവിടെ ഇപ്പം വേപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതാ ഞാൻ ടേർട്ടിൽ വൈനെ ഈ ഗഡങ്ങിനോട് ഞാൻ ചേർത്ത് കെട്ടി വെച്ചിട്ടാണുള്ളത്. അത് PVC പൈപ്പ് 2 സൈഡ് മുറിച്ചിട്ട് ഇങ്ങനെ ഒരു പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ടേർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. ഇതാ ഈ പ്ലാന്റ് കൂടി വെച്ചിട്ടുണ്ട്. 2 സൈഡ് മണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അടച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മുടെ ഈ ഹാങ് ചെയ്യുന്ന ഈ ചെടി മൊത്തത്തിൽ കവർ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുള്ളത് കറ്റാർ വാഴയ്ക്ക് നല്ല വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോയിലുണ്ടായിരുന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ നിലത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിതിനെ ഇവരുടെ കൂടെ തന്നെ ഗഡങ്ങിനോട് കെട്ടിവെച്ചു. ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗത്തെ കൂടിയും പുറത്തോട്ട് വരുന്നുണ്ട് ഈ ആശാൻ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഈ ചെടികളോടൊക്കെ കണ്ട് പൂവൊക്കെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ നല്ലൊരു സുഖമാണ് മനസ്സിന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.